സംസ്ഥാനത്തെ ബ്ലാക്ക് സ്പോട്ടുകളിൽ ഉൾപ്പെടുന്ന റോഡുകളിലെ അതിതീവ്ര അപകട മേഖലകൾ സുരക്ഷിതമാക്കാൻ നടപടികൾ ആരംഭിച്ച ജില്ലാതല വിദഗ്ധ സമിതി. ഇതിന്റെ ആദ്യഘട്ടത്തിലേക്കായി ജില്ലകൾക്ക് 10 ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചത്. അതേസമയം സംസ്ഥാനത്തെ അതിതീവ്ര അപകട മേഖലകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തൃശൂർ ജില്ലയാണ്. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന റോഡപകടങ്ങൾക്ക് കാരണം റോഡുകളുടെ ശോചനീയാവസ്ഥയെന്ന ആക്ഷേപം ശക്തമാണ്. റോഡ് സുരക്ഷാ അതോറിറ്റിക്കെതിരെ കനത്ത ആക്ഷേപത്തിനൊടുവിലാണ് പുതിയ തീരുമാനം. അതിതീവ്ര അപകട മേഖലകളിൽ ഏറ്റവും അധികം തൃശൂർ ജില്ലയിലെ സംസ്ഥാന പാതകളാണ്, 25 എണ്ണം. കോട്ടയം ജില്ലയിൽ 21ഉം എറണാകുളത്ത് 17ഉം തിരുവനന്തപുരത്തും മലപ്പുറത്തും 16ഉം വീതമുണ്ട്. പാലക്കാട് 15, കോഴിക്കോട് 14ഉം ആലപ്പുഴ 13, കണ്ണൂർ 10, പത്തനംതിട്ട 9, കൊല്ലം 7, വയനാട് 4, കാസർഗോഡ് 3ഉമാണ് ജില്ലാടിസ്ഥാനത്തിൽ കണക്കാക്കിയിട്ടുള്ള അതിതീവ്ര അപകട മേഖലാ റോഡുകൾ. റോഡ് സുരക്ഷാ കർമ്മ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്തും. കാലങ്ങളായി കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ പല റോഡുകളും ബ്ലാക്ക് സ്പോട്ട് ലിസ്റ്റിൽ വരുന്നു. സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക, സിഗ്നൽ ലൈറ്റുകളുടെ തകരാർ പരിഹരിക്കുക, കാഴ്ച മറയ്ക്കുന്ന മരച്ചില്ലകൾ റോഡിന്റെ വശങ്ങളിൽ നിന്നും നീക്കം ചെയ്യുക തുടങ്ങിയവയ്ക്കാണ് പ്രഥമ പരിഗണന. റോഡുകളുടെ വീതി കൂട്ടാനായി ഭൂമി ഏറ്റെടുക്കൽ നടപടിക്കുള്ള വിശദ രൂപരേഖ തയ്യാറാക്കി സമർപ്പിക്കാനും ജില്ലാ റോഡ് സേഫ്റ്റി തലവന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാലും റോഡിന്റെ കുഴികൾ നികത്തുന്നതിനുള്ള ജോലികൾ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്താത്തത് റോഡ് സുരക്ഷയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ജനം, തിരുവനന്തപുരം.